മകരജ്യോതി ദർശന പുണ്യത്തിനൊരുങ്ങി ശബരിമല 6 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര 18ാം പടിയിലെത്തും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവാഭരണ പെട്ടികൾ സ്വീകരിക്കും. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധന. 6:30യോടെ ആകാശത്ത് മകരനക്ഷത്രം തെളിയും. അതിനുശേഷമാകും മകരജ്യോതി. ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് ഇന്നലെ മുതൽ കാത്തുനിൽക്കുന്നത്. മകരസംക്രമ പൂജ വൈകിട്ട് 7:52-നാണ്. IG ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ 2275 പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ജാഗ്രതയിലാണ്. സന്നിധാനത്ത് നിന്നും കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, പ്രളയത്തിന് ശേഷമുള്ള ആദ്യ മകരവിളക്കാണ്. ഒരുക്കങ്ങൾ ഏതൊക്കെ നിലയിലാണ്? വിവരങ്ങൾ എന്തൊക്കെ? രേണുക, മകരവിളക്കിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി മകരജ്യോതി കാണുവാൻ വേണ്ടി ഭക്തർ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ശബരിമലയിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട ദിവസമാണെന്ന്. മുൻ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെങ്കിലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയത് ഇന്നാണ്. ഇതിനുവേണ്ടിയുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളടക്കം ഒരുക്കി കഴിഞ്ഞു. ആളുകളുടെ എണ്ണം കുറയുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വലിയ ആശ്വാസമാണ്. എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതയിലാണ് പോലീസ് നിൽക്കുന്നത്. ശബരിമല സന്നിധാനം അടക്കമുള്ളിടത്ത് RPFന്റെ പ്രത്യേക സുരക്ഷയിലാണ്. ബാക്കി മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. പോലീസ് ഏകദേശം 2275 പോലീസുകാരെയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി വിന്യസിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൈകുന്നേരം 5:30 ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുക. ശരംകുത്തിയിൽ വെച്ച് ശബരിമല അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ഈ തിരുവാഭരണത്തെ സ്വീകരിക്കും. അവിടെ നിന്ന് താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവാഭരണം നേരെ എത്തുന്നത് 18ാം പടിയിലേക്കാണ്. 18ാം പടിയിൽ തിരുവാഭരണം എത്തിക്കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ, തന്ത്രി കണ്ഠര രാജീവർ, അതോടൊപ്പം തന്നെ മേൽശാന്തി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഈ തിരുവാഭരണം സ്വീകരിക്കും. അതിനുശേഷമാണ് ദീപാരാധന നടക്കുന്നത്. ദീപാരാധന ആരംഭിച്ചാൽ 6:30 ആകാശത്ത് മകരനക്ഷത്രം തെളിയും. ആ മകരനക്ഷത്രം തെളിഞ്ഞാൽ അതിനുശേഷമാണ് മകരജ്യോതി. ഈ മകരജ്യോതി കാണുവാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ഭക്തർ സന്നിധാനത്തും സർക്കാർ ഒരുക്കിയിട്ടുള്ള 8 വ്യൂ പോയിന്റുകളുമായി തടിച്ചുകൂടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഭക്തരുള്ളത് സന്നിധാനത്താണ്. സന്നിധാനത്ത് നിന്ന് ഏറ്റവും ഭക്തരെത്താൻ കാരണം രണ്ടാണ്. ഒന്ന്, മകരജ്യോതി ദർശനം വലിയ പുണ്യമായിട്ടാണ് അയ്യപ്പ ഭക്തർ കാണുന്നത്. അതോടൊപ്പം തന്നെ സർവാഭരണ വിഭൂഷിതനായി അയ്യനെ കാണാനുള്ള അവസരവും ഇന്നുണ്ടാവും. അതിനുശേഷം 7:52-നാണ് മകരസംക്രമം. മകരസംക്രമം എന്ന് പറയുന്നത് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്ന സമയമാണ്. ആ സമയം 7:52-നാണ്. ഈ സമയത്ത് തിരുവാഭരണം ഊരിയ ശേഷമാവും മകരസംക്രമ പൂജ നടക്കുക. പൂജയ്ക്ക് ശേഷം വീണ്ടും തിരുവാഭരണ വിഭൂഷിതനായി അയ്യനെ കാണാനുള്ള അവസരം ഭക്തർക്കുണ്ടാവും. സന്നിധാനത്ത് നിന്ന് കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. സുജിത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട്. സുഗമമായി മകരജ്യോതി കാണാനാകുന്ന ഇടമായതിനാലാണ് തീർത്ഥാടകർ പുല്ലുമേടെത്തുന്നത്. 2011 ദുരന്തത്തിന് ശേഷം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജ്യോതിക്ക് ശേഷം കോഴിക്കാനത്ത് നിന്ന് പ്രത്യേക ബസ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുജിത്, എന്തൊക്കെയാണ് പുല്ലുമേട്ടിലെ സൌകര്യങ്ങൾ? പുല്ലുമേട് വഴി തീർത്ഥാടനം നടത്തുന്നതിന് 2 വഴികളെയാണ് ആശ്രയിക്കുന്നത്. ഇത് ഒന്ന് വള്ളക്കടവ് വഴി കോഴിക്കാനം വഴിയാണ് ഒന്ന് പുല്ലുമേടിലെത്താനുള്ള ഒരു വഴി. മറ്റൊന്ന് സത്രം ബേസ് ക്യാമ്പായുള്ള സത്രം വഴി സത്രത്തിന് മുകളിലേക്ക് നടന്ന് കയറുന്ന ഒരു രീതിയാണുള്ളത്. പുല്ലുമേട് സംഗമിച്ച ശേഷം അവിടെ നിന്നുമാണ് സന്നിധാനത്തേക്കുള്ള പാത. ഏതാണ്ട് പുല്ലുമേട് നിന്നും 6 കിലോമീറ്ററാണ് ഈ പാതയുള്ളത്. ഇവിടെ എല്ലാം തന്നെ വലിയ അളവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ആണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 1500 പോലീസുകാരെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. പുല്ലുമേടിന് പുറമെ പരുന്തുംപാറയിലും പാഞ്ചാലിമേടിലും തീർത്ഥാടകർ എത്താനുള്ള സാധ്യത ഉണ്ട്. മകരവിളക്ക് ഏറ്റവും നന്നായി കാണാവുന്ന ഒരു ഇടമാണ് ഈ പുല്ലുമേട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർത്ഥാടകർ പ്രധാനമായും ഇവിടേക്ക് എത്തുന്നത്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ഈ കൊല്ലം, കോട്ടയം, അതോടൊപ്പം ഇടുക്കി ജില്ലയിൽ നിന്നുള്ള തീർത്ഥാടകരുമാണ് പ്രധാനമായും ഈ പുല്ലുമേട് വഴി കാനനപാത വഴി കടന്നു പോകുന്നത്. ഏറ്റവും ദുർഘടമായ പാതയാണ്. സ്വാഭാവികമായും അതിനു വേണ്ട ഒരു ജാഗ്രത എല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പുലർത്തുന്നുണ്ട്. നേരത്തെ 2011 പുല്ലുമേട് ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിൽ 102 പേരാണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് കർശനമായ നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ പൂർണ്ണമായും
പാലിക്കുന്ന വിധത്തിൽ അത്തരത്തിൽ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പോലും പോലീസും അതോടൊപ്പം തന്നെ വനംവകുപ്പും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വന്യമൃഗങ്ങൾ ഉള്ള മേഖലയാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ ഇടമാണ് പാത പൂർണ്ണമായും ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൂട്ടമായി പോകണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചം ലഭിക്കാവുന്ന സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗതം നേരത്തെ കോഴിക്കാനം വരെ, അതായത് ഈ ദുരന്തത്തിന് മുമ്പ് കോഴിക്കാനം വരെയും ബസ് പോയിരുന്നതാണ്. പക്ഷേ പിന്നീട് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് അങ്ങോട്ട് കോഴിക്കാനത്തേക്ക് വള്ളക്കടവിൽ നിന്നുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരു സവിശേഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തീർത്ഥാടകരെ കോഴിക്കാനത്തു നിന്നും താഴേക്ക് കുമളിയിലേക്കും വണ്ടിപ്പെരിയാറിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 60ഓളം KSRTC ബസ്സുകളാണ് അവിടെ നിന്നും സർവീസ് നടത്തുന്നത്. കോഴിക്കാനം വരെ തീർത്ഥാടകർക്ക് എത്തിയ ശേഷം അവിടെ നിന്നും 10 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്താൽ അവിടേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ആ ഒരു സ്ഥിതിയിൽ തീർത്ഥാടകർക്ക് വേണ്ട ഗതാഗത സൗകര്യം കൂടി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ KSRTCയുടെയും ഭാഗത്തു നിന്നുമെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വേണ്ട കുടിവെള്ളം, അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഡോക്ടർമാരുടെ സേവനം, മറ്റ് അവശ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടി ഫയർഫോഴ്സ് സംവിധാനവും അതോടൊപ്പം തന്നെ ഈ ആംബുലൻസ് സംവിധാനവും ഉൾപ്പെടെ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. സുജിത് അയ്യപ്പത്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. മകരജ്യോതി ദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ശബരിമലയിൽ പൂർണ്ണമാണ്. 6 മണിയോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര 18ാം പടിയിലെത്തുക. ഇപ്പോൾ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നുണ്ട്. ശ്യാം, 6 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര 18ാം പടിയിലെത്തും. ഇപ്പോൾ ഘോഷയാത്ര എവിടെയാണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് വലിയാനവട്ടത്തെത്തിയത്. വലിയാനവട്ടത്ത് വിശ്രമത്തിനും ഭക്ഷണത്തിനും ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇവിടെ നിന്നും യാത്ര ആരംഭിച്ചത്. അല്പസമയത്തിനുള്ളിൽ ചെറിയാനവട്ടം വഴി ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകും. ഇത് കാനനപാതയാണ്. പരമ്പരാഗത കാനനപാത വഴിയാണ് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്നത്. ഇത് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സന്നിധാനത്തെത്തിക്കുക. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന തൊഴും. തുടർന്നാണ് മകരവിളക്കും മകരജ്യോതി ദർശനവും മകരവിളക്കും എല്ലാം. മകരവിളക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തിരുവാഭരണ ഘോഷയാത്ര പോകുന്നത്. കഴിഞ്ഞ ദിവസം പന്തളത്ത് നിന്നാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത്. പരമ്പരാഗത കാനനപാത വഴി ആളുകൾ തലയിലേറ്റിയാണ് തിരുവാഭരണവും ഒപ്പം ഉള്ള കളഭവും മറ്റുള്ളവയും എല്ലാം 3 പെട്ടികളിലായി സന്നിധാനത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. വരുന്ന വഴികളിലെല്ലാം ഇത് കാണാൻ വേണ്ടി നിരവധി പേർ തിരുവാഭരണത്തെ വണങ്ങാനും ദർശിക്കാനും ഒക്കെ വിവരങ്ങൾ നൽകിയത്. വെല്ലുവിളികൾ നിറഞ്ഞ മണ്ഡലകാലമാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുപ്രീംകോടതി വിധി നടപ്പാക്കുകയെന്ന കടമയാണ് സർക്കാർ ചെയ്തത്. രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടി ശബരിമലയിൽ ഭക്തജനങ്ങൾ വരരുതെന്ന് പ്രചാരണം നടത്തി. അക്രമം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ശബരിമലയെ തകർക്കുകയെന്ന അവരുടെ അജണ്ട കേരളീയർക്ക് മനസ്സിലായെന്നും മന്ത്രി സന്നിധാനത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്നുള്ള ക്യാമ്പയിൻ തന്നെ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി, രാജ്യം ഭരിക്കുന്ന കക്ഷി ജനങ്ങൾ വരുന്നതായിട്ട് പ്രദേശങ്ങളിലെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അത് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വെല്ലുവിളിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. കേരള സമൂഹത്തിന്, കേരളീയർക്ക് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങോട്ട് വരരുത്, ഇവിടെ കാണിക്കേണ്ടരുത്, ശബരിമലയെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി പരിശ്രമിച്ച ഛിദ്രശക്തികൾക്കെതിരെ ഉള്ള വലിയ ഒരു പോരാട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ നടന്നത്. നിശ്ചയമായിട്ടും വസ്തുതകൾ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ആകെ എണ്ണി നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിൽ കുറവുണ്ടാവും. അതെല്ലാം തന്നെ വരുന്ന നാളുകളിൽ ഭക്തജനങ്ങൾ തന്നെ, ഇവിടെയെല്ലാം ഭക്തർ നൽകുന്നതാണ്, അത് ജനങ്ങൾ തന്നെ നൽകിക്കൊള്ളും, ഭക്തർ തന്നെ നൽകിക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കുറവ് ദേവസ്വം ബോർഡിന് ഇതിന്റെ ഭാഗമായിട്ട് വന്നാൽ ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. മകരവിളക്കിനായി ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് പ്രസിഡന്റ് എ പത്മകുമാർ. തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതിനാൽ ഉണ്ടാകുന്ന വരുമാനക്കുറവിൽ ദേവസ്വം ബോർഡിന് ആശങ്കയില്ലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ജനുവരി 22-ന് വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്കുള്ള സൗകര്യങ്ങൾ, അതായത് ശബരിമലയെ സംബന്ധിച്ചുള്ള എന്തൊക്കെ പറഞ്ഞാലും 59 ഏക്കർ സ്ഥലമാണല്ലോ. ആ കെട്ടിടങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം, ഈ സ്ഥലത്ത് മാക്സിമം എന്തുമാത്രം ഉപയോഗിക്കാൻ കഴിയുമോ അത് ആ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് പരിശ്രമിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണമിടാൻ പാടില്ലെന്നുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, നമുക്കറിയാം. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കുറെ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് നികത്താനോ അതല്ലെങ്കിൽ അതിനെ മറ്റ് ബാധിക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം.
ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാർ വാദം തെറ്റെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ ന്യൂസ് 18നോട്. വ്യാജ ഫോട്ടോഷൂട്ടാണ് നടന്നത്. സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്നും അജയ് തറയിൽ ആവശ്യപ്പെട്ടു. ഈ ഹൈക്കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച് സോപാനത്ത് വന്ന് ദർശനം നടത്തിയിട്ടില്ല. ഒരു യുവതിയും ഈ ദിവസം വരെ സോപാനത്ത് വന്ന് അയ്യപ്പസ്വാമിയെ ദർശനം നടത്തിയിട്ടില്ല. ആ ദർശനം നടത്തിയതിന്റെ ഒരു തെളിവും ഈ ഗവൺമെന്റിനോ പോലീസിനോ ദേവസ്വം ബോർഡിനോ നൽകുവാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ കൊണ്ടുവന്ന് കെട്ടിയെഴുന്നള്ളിച്ച് വേഷപ്രച്ഛനയായി മതിൽ ചാടിച്ച് ഊടുവഴികളിലൂടെ അമ്പലത്തിന്റെ പരിസരത്ത് കൂടി നടന്നു എന്ന ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാക്കിയെന്നല്ലാതെ പോലീസിന്റെയും സർക്കാരിന്റെയും അവകാശവാദം തികച്ചും തെറ്റാണ്. യുവതികൾ വന്ന് സോപാനത്ത് നിന്ന് ദർശനം നടത്തിയിട്ടില്ല എന്ന് എല്ലാ തെളിവുകളും കൂടെയുണ്ട്. അത് നേരെ മറിച്ചാണ് തെളിയിക്കാൻ ഞാൻ ഈ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പോലീസിനെയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയാണ്. 10 വർഷമായി മകരജ്യോതി ദിവസം ശബരീശ സന്നിധി അലങ്കരിക്കുന്നത് കർണാടകക്കാരനായ ഒരു അയ്യപ്പ ഭക്തനാണ്. എസം എന്റർപ്രൈസസ് ഉടമ അശോക് കുമാറാണ് അയ്യപ്പനുള്ള അർച്ചനയായി സന്നിധി Whatever we are today, only and only with the blessing of my Sarveswar. Everything is Lord Ayyappa. Sarveswar. With this blessing only. മുൻപ് 18-ാം പടി പഞ്ചലോഹം പൂശി നൽകിയതും അശോക് കുമാറായിരുന്നു. ന്യൂസ് 18 സന്നിധാനം. ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത ഗായിക പി സുശീലയ്ക്ക് സമ്മാനിച്ചു. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരം സമ്മാനിച്ചത്. തമിഴ് നടൻ ജയൻ രവി ചടങ്ങിൽ പങ്കെടുത്തു. ഹരിവരാസനം പുരസ്കാരം 2019 ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് പി സുശീലാമ്മ ഏറ്റുവാങ്ങുന്നു. മകരവിളക്ക് ദിവസം അയ്യപ്പനെ ദർശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് തെന്നിന്ത്യൻ നടൻ ജയൻ രവി. 4ാം തവണയാണ് സന്നിധാനത്തെത്തുന്നതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. How was your darshan? Beautiful darshan, மார்னிங்கில். அதுக்கப்புறம் இப்போ ஈவினிங் வந்து இன்னொரு முக்கியமான தர்ஷனம் இருக்குது, ஜோதி பார்க்க வேண்டிய தர்ஷன். ஸோ அதுக்காக தான் வந்திருக்கோம். ரொம்ப அழகான ஒரு ஃபேமிலி குரூப்னு சொல்லலாம். எப்போவும் நாங்கள் வருவோம். ஜெயராம் சார் மட்டும் இந்த வாட்டி மிஸ்ஸிங். அவர் சில காரணத்தில் கடைசி நேரத்தில் கேன்சல் ஆகிடுச்சு. அவர் வர வேண்டியது. ஸோ வி ஆல் மிஸ் ஹிம். ஸோ கண்டிப்பாக மற்றபடி எல்லாரும் இருக்காங்க குரூப்பில். அண்ட் வி ஆர் வெயிட்டிங் டு witness a beautiful thing. Okay, how many times you visited Sabrimala? This is my 4th time. Magara Jyoti 3rd time. Ayyappan temple 4th time. വാർത്തകൾ തുടരുന്നു. മുനമ്പം ഹാർബറിൽ നിന്നും 40ഓളം പേർ വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച ബോട്ട് കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. ദേശീയാന്വേഷണ ഏജൻസിയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്വേഷണം തുടങ്ങി. മുനമ്പത്തുനിന്ന് ബോട്ടിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 40 പേർ ഓസ്ട്രേലിയയിലേക്ക് കടന്നതായാണ് നിഗമനം. തമിഴ്നാട് തിരുവനന്തപുരം സ്വദേശികൾ ചേർന്ന് വാങ്ങിയ ദയാമാത ബോട്ടിലാണ് മനുഷ്യക്കടത്ത് നടന്നതെന്ന സംശയത്തിൽ ഈ ബോട്ടിനായി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടങ്ങി. 12,000 ലിറ്റർ ഡീസൽ ഈ ബോട്ടിൽ സംഭരിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുനമ്പത്തുനിന്ന് 1 മാസം യാത്ര ചെയ്താൽ ഓസ്ട്രേലിയയിലെത്താം. അഭയാർത്ഥികളെ മടക്കി അയക്കാത്ത രാജ്യമാണ് ഓസ്ട്രേലിയ. കടന്ന 40 പേരും തമിഴ് വംശജരാണെന്ന് കരുതുന്നു. ഹാർബറിന് സമീപം ഉപേക്ഷിച്ച ബാഗുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് മനുഷ്യക്കടത്ത് സൂചന കിട്ടിയത്. സംശയകരമായ നിലയിൽ 19 ബാഗുകളാണ് കണ്ടെത്തിയത്. ബാഗുകളിൽ നിന്ന് വിമാന ടിക്കറ്റുകൾ, പഴങ്ങൾ, വസ്ത്രങ്ങൾ, കുടിവെള്ളം, ഫോട്ടോകൾ എന്നിവ കണ്ടെത്തി. 2 ആഭ്യന്തര വിമാന ടിക്കറ്റുകളാണ് പോലീസിന് ലഭിച്ചത്. വിദേശത്തേക്ക് കടന്നവർ മുനമ്പത്തിന് സമീപമുള്ള 4 റിസോർട്ടുകളിൽ താമസിച്ചതായും തെളിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.
വിദേശത്തേക്ക് കടന്നവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്നില്ല എന്ന് ഇവർ താമസിച്ചിരുന്ന ബീച്ച് വാലി റിസോർട്ടിലെ ജീവനക്കാർ പറയുന്നു. മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലായിരുന്നു ഇവർ സംസാരിച്ചിരുന്നതെന്നും ബീച്ച് വാലി റിസോർട്ടിലെ ജീവനക്കാർ ന്യൂസ് 18നോട് പറഞ്ഞു. ആദ്യം വന്ന 5 പേര്, അച്ഛനും അമ്മ, മക്കള്. എത്ര ദിവസമാണ് അവരിവിടെ? അവരിവിടെ 5-6 ദിവസത്തോളം താമസിച്ചു. അതായത് 5-ാം തീയതി വന്നു കഴിഞ്ഞിട്ട് ഹർത്താലിന്റെ പിറ്റേ ദിവസം പോയി. അപ്പൊ എവിടേക്കുള്ള ആൾക്കാരാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണെന്നുള്ളത്? പല ഭാഷയും സംസാരിക്കണ്ടേ. നമ്മൊരു ഉത്തരേന്ത്യക്കാരാണെന്നുള്ള ഇതിലാണ്. ബഹുഭൂരിപക്ഷം പേരും ഹിന്ദിയാണ് സംസാരിക്കുന്നത്, പെണ്ണുങ്ങളും ഇതുമൊക്കെ. ഇംഗ്ലീഷൊന്നും അവർക്ക് മറ്റേ യുവാക്കൾക്കറിയാം. 2-3 പേർക്ക്. അവർ 1-2 പേര് തമിഴും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പ്രവേശനത്തിലുള്ള പ്രതിഷേധത്തിനിടെ അഗസ്ത്യാർകൂടത്തേക്ക് വനിതയുൾപ്പെട്ട ആദ്യ സംഘം പുറപ്പെട്ടു. പ്രാർത്ഥനായജ്ഞം നടത്തി ക്ഷേത്ര കാണിക്കാർ ട്രസ്റ്റ് പ്രതിഷേധിച്ചു. 4700 പേരാണ് ഇതുവരെ ട്രക്കിങ്ങിനായി രജിസ്റ്റർ ചെയ്തത്. ആര് വിചാരിച്ചാലും ആലപ്പാട്ടെ ഖനനം നിർത്താൻ കഴിയില്ലെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. ഖനന കമ്പനി പൂട്ടിക്കാനുള്ള ശ്രമങ്ങളും വിജയിക്കാൻ പോകുന്നില്ല. ആലപ്പാട്ടുകാരനായ ഒരാൾ പോലും ഇതുവരെ പരാതിയുമായി വന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോണില്ല. 240 കുടുംബങ്ങളെ വഴിയാധാരാക്കണമെന്നല്ലേ, അവരെ തൊഴിലില്ലാത്തവരാക്കി തീർക്കണമെന്നല്ലേ, ആ കമ്പനി പൂട്ടണമെന്നല്ലേ. കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങൾ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. കമ്പനി തുറന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കാനാണ്. ആലപ്പാട് ഖനന പ്രശ്നത്തിൽ മുന്നണിയിൽ ഭിന്നതയില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷത്തിലൊന്നും ഒരു ഭിന്നതയില്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. CPIയുടെ യുവജന സംഘടന സമരത്തിലേക്ക് നീങ്ങുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ആര് സമരം നടത്തുന്നതും അവരാലോചിക്കട്ടെ. എന്തിനാണ് സമരം? ഇത്രയും നാൾ പറഞ്ഞിട്ട് ആലപ്പാട് ഇല്ലാതായി തീരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പൊ ആലപ്പാട് പോയോ? ഏറെ വിവാദമായ മലപ്പുറം പ്രയോഗത്തെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. മലപ്പുറം പ്രദേശത്ത് കടലില്ല. കടലില്ലാത്തൊരു സ്ഥലത്തിൽ ആള് വന്നിട്ട് എന്തിനാണ് ഈ കടലോരത്തെ മൈനിങ്ങിനെ കുറിച്ച്? കടൽ താനൂരും തിരൂരുമാണ്. അത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറമില്ല. ആലപ്പാട് കോൺഗ്രസ് സംഘം സന്ദർശനം നടത്തി. സമരക്കാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതുവരെ സമരസമിതി നേതാക്കളെ വിളിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റി എന്തുകൊണ്ട് സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല? ന്യൂസ് 18 കൊല്ലം, കണ്ണൂർ. വിഷയത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനം സർക്കാർ കൈക്കൊള്ളില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. നേരത്തെ നിശ്ചയിച്ച പ്രകാരം സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. കരിമണൽ കുഴിച്ചെടുക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ബദൽ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കുമെന്ന് മന്ത്രി കായംകുളത്ത് പറഞ്ഞു. പാതിരാ നേരത്ത് തിരക്കിട്ട് CBI മേധാവിയെ മാറ്റിയ പ്രധാനമന്ത്രിയുടെ തീരുമാനം വിചിത്രമാണെന്ന് രാഹുൽ ഗാന്ധി. സുപ്രീംകോടതി ഇടപെട്ട് പദവി തിരികെ നൽകിയിട്ടും വീണ്ടും അലോക് വർമ്മയെ പുറത്താക്കി. ഇത് പ്രധാനമന്ത്രിയുടെ മാത്രം തീരുമാനമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. CBI चीफ को 2 बार हटाने की जल्दी क्या थी? मतलब क्या जल्दी थी कि एक बार 1:30 बजे रात को प्रधानमंत्री लिख रहे हैं कि भैया इसको 1:30 बजे रात को हटाओ, और फिर सुप्रीम कोर्ट कहता है कि इनको वापस लाओ, और मतलब घंटों में प्रधानमंत्री कहते हैं CBI चीफ को निकालना है. मतलब क्यों? इसका क्या कारण है? और कोई और नहीं कह रहा है. सरकार में गडकरी जी, सुषमा जी, अरुण जेटली जी नहीं कह रहे, नरेंद्र मोदी जी कह रहा है कि भैया इसको हटाओ. क्या कारण हो सकता है? पूरा देश जानता है कि CBI के चीफ राफेल पे इंक्वायरी करने जा रहे थे. पूरा देश जानता है कि उन पर दबाव डाला जा रहा था. पूरा देश जानता है कि जब उन्होंने इंक्वायरी डालने का काम शुरू किया, नरेंद्र मोदी जी ने उनको हटाया. കർണാടക വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക്. 3 MLA-മാരെ കാണാനില്ല. ഇവർ BJP നേതാക്കൾക്കൊപ്പം മുംബൈയിലെ ഹോട്ടലിലുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ തന്റെ അറിവോടെയാണ് MLA-മാർ പോയതെന്നും സർക്കാരിന് ഭീഷണിയില്ലെന്നുമായിരുന്നു HD കുമാരസ്വാമിയുടെ പ്രതികരണം. കർണാടകയിലെ കോൺഗ്രസ് JDS സഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ ശക്തിപ്പെടുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് കോൺഗ്രസ് MLA-മാരെ കാണാതായത്. കുമാരസ്വാമി സർക്കാരിനെ അട്ടിമറിക്കാൻ BJP നടത്തുന്ന കരുനീക്കങ്ങളുടെ ഭാഗമായി MLA-മാരെ കർണാടകത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും സംസ്ഥാന മന്ത്രിയുമായ DK ശിവകുമാർ ആരോപിച്ചു. കാണാതായ MLA-മാർ സംസ്ഥാനത്ത് തന്നെയുള്ള BJP MLA-മാർക്കൊപ്പം മുംബൈയിലെ ഹോട്ടലുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു.
BJPയുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടും മുഖ്യമന്ത്രി കുമാരസ്വാമി മൃദു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് കുറ്റപ്പെടുത്തി. I will tell everything at the appropriate time. I don't want to tell anything. This is connected to our budget issue and the common minimum program. എന്നാൽ 3 കോൺഗ്രസ് MLA-മാരും തന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും സർക്കാരിന് ഭീഷണിയില്ലെന്നും മുഖ്യമന്ത്രി HD കുമാരസ്വാമി പ്രതികരിച്ചു. ಬಿಜೆಪಿಯವರು ಯಾರ್ಯಾರನ್ನ ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಎಲ್ಲ ವಿಷಯ ನನಗೆ ಗೊತ್ತಾಗಲ್ವೇ. കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയിൽ സ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ജാർക്കിഹോളിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MLA-മാർ തന്നെ നടത്തുന്ന വിലപേശൽ തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് BJP മറുപടി നൽകി. ഭരണപക്ഷത്തു നിന്ന് 15 MLA-മാർ കൂറുമാറിയാൽ മാത്രമേ കർണാടകയിൽ JDS കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനാകൂ. പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് 18. CBI യോഗത്തെയും ട്രിബ്യൂണൽ നിയമനത്തെയും ബന്ധിപ്പിക്കുന്നത് വേദനാജനകമെന്ന് ജസ്റ്റിസ് AK സിക്രി. ട്രിബ്യൂണൽ നിയമനത്തിന് സമ്മതം നൽകിയത് ഡിസംബർ ആദ്യവാരമാണ്. അലോക് വർമ്മ കേസിൽ വിധി പ്രസ്താവിച്ചത് ജനുവരി 8-നാണ്. എന്നിട്ടും അലോക് വർമ്മയ്ക്കെതിരായ തീരുമാനത്തിനുള്ള കൊടുക്കൽ വാങ്ങലാണ് നടന്നതെന്ന് വരുത്താൻ ശ്രമം നടന്നു. ഇത് തീർത്തും ദുഃഖകരമെന്നും ജസ്റ്റിസ് സിക്രി പറഞ്ഞു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിൽ തിടുക്കം വേണ്ടെന്ന കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നെങ്കിലും നിയമ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സർക്കാരിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടുത്ത അധ്യയന വർഷം തന്നെ സാമ്പത്തിക സംവരണം നടപ്പാക്കും. കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. നടപടി സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്റർനെറ്റ് ഫ്രീഡം ഫൌണ്ടേഷൻ എന്ന സംഘടനയാണ് ഹർജി നൽകിയത്.